ഹായ് ഗേയ്സ്, അപ്പോൾ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. തൃശ്ശൂർക്കല്ല, എറണാകുളത്തേക്കാണ് പോണത്. വാപ്പ മരിച്ചതിന് ശേഷം ഉമ്മ ഇപ്പം എറണാകുളത്താണ് കേട്ടോ നിൽക്കണം. ഞാൻ വന്നാലേ ഉമ്മക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഞാൻ നേരെ എറണാകുളത്തേക്കാണ് കേട്ടോ പോണത്. എല്ലാ പ്രാവശ്യം പോകുമ്പോൾ നല്ല സന്തോഷമാണ്. ഈ പ്രാവശ്യം വാപ്പ ഇല്ലാണ്ട് എനിക്ക് അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പാക്ക് ചെയ്തിട്ട് പോവാണ്. അന്ന് പാക്ക് ചെയ്യണതിന് അന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പോണത്. അതേ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കുറച്ചധികം സാധനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. അടുത്ത മാസം വരെ നിൽക്കണ്ടല്ലേ, അത് കാരണം കുറച്ചധികം സാധനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു വണ്ടിയിലുണ്ട്. ഇക്ക പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ചായക്കടയ്ക്ക് ചായ കുടിക്കാൻ കയറി. പോക്കറ്റ് ഷവർമയാണ് കേട്ടോ മേടിച്ചത്. കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡൊന്നും അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഇപ്പോൾ വരുന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. ഞങ്ങൾ അത്ര ലേറ്റായിട്ടായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്ര സാധനങ്ങളും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറണമെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇങ്ങനെ എനിക്കെന്തോ ടെൻഷനാണ് കേട്ടോ. എൻ്റെ മുഖത്ത് ഫുള്ളും ടെൻഷനാണ്. വാപ്പുണ്ട് നേരെ തൃശ്ശൂർക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടല്ലേ. പിത്താൻ്റെ വീട്ടിൽ നിന്ന് പോയി ഉമ്മാനെ തിരിച്ച് അങ്ങോട്ടൊക്കെ പോകണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തോ എല്ലാം കൂടി ഒരു ടെൻഷനാണ്. പക്ഷെ നമുക്ക് ഓക്കെ ആയാലല്ലോ പറ്റൂ. അപ്പോൾ കുറേ ലേറ്റായി കേട്ടോ. ഒരു 7-4 മണിക്കൂറെങ്കിലും ഇരിക്കണം ട്രെയിനിൽ. ഒരു 5 മണിക്കൂറെങ്കിലൊക്കെ ഇരിക്കണം കേട്ടോ. കണ്ണൂരിൽ നിന്ന് എറണാകുളത്താകുമ്പോൾ കുറച്ച് ലോങ് കൂടുതലാണ്. തൃശ്ശൂരാകുമ്പോൾ പെട്ടെന്ന് എത്തും. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എറണാകുളം എത്തിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ വിളിച്ച് പോവാണ്. അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ഇത്ര തന്നെ. ടാറ്റാ ബൈ.